നമസ്കാരം. നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിദേശികളുടെ വരവിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓക്കെ. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1. അറബികൾ 1498 ഇന്ത്യയിലെത്തി. 2. ഇറാൻകാരും ഗ്രീക്കുകാരുമാണ് BC 3-4 നൂറ്റാണ്ടുകളിലായി എത്തിയത്. മൂന്നാമത്തത് ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. പിന്നെ 4. 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി. ശരി. അപ്പൊ ഇതില് ഏതൊക്കെയാണ് ശരി? ഡോറയുടെ മാപ്പ് നോക്കി കണ്ടുപിടിക്കുന്നത് പോലെ നമുക്കും ഉത്തരം കണ്ടുപിടിച്ചാലോ? നല്ല ചോദ്യമാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, അറബികൾ 1498 ഇന്ത്യയിലെത്തി. ഇത് തെറ്റാണ്. ഓഹോ. അറബികൾക്ക് ഇന്ത്യയുമായി അതിനും എത്രയോ മുൻപ് വളരെ പഴയ വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ശരിയാണ്. ഇനി രണ്ടാമത്തത്, ഇറാൻകാരും ഗ്രീക്കുകാരുമാണ് BC 3-4 നൂറ്റാണ്ടുകളിലായി എത്തിയത്. ഇത് ശരിയാണ്. നമ്മൾ അലക്സാണ്ടറുടെ വരവൊക്കെ ഓർക്കണമല്ലോ. അതെ അതെ. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് എന്ന്. അതും തെറ്റാണ്. അതെന്താ? കാരണം ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അവസാനം പോയതും അവരാണ്. അവസാനം എത്തിയവരല്ല. ഓ, അങ്ങനെ. അതെ. ഇനി നാലാമത്തേത്, 1998 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി. ഇത് തികച്ചും ശരിയാണ്. കോഴിക്കോടുള്ള കാപ്പാട് കടപ്പുറത്താണ് അദ്ദേഹം കപ്പലിറങ്ങിയത്. അപ്പോൾ 2ഉം 4ഉമാണ് ശരി. അതെ, രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകളാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കൊള്ളാം. അടുത്ത ചോദ്യം യൂറോപ്യൻ കമ്പനികളെക്കുറിച്ചാണ്. ഇതിൽ ശരിയായ വസ്തുതകൾ ഏതാണ്? പ്രസ്താവനകൾ പറയാം. 1. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിച്ചു. 2. ഫ്രഞ്ച് കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമെത്തിയത്. ഓക്കെ. 3. ഡച്ച് കമ്പനി 1602 സ്ഥാപിച്ചു. 4. ബ്രിട്ടീഷുകാർ 1498 ഇന്ത്യയിലെത്തി. ശരി. നമുക്കിത് വിശദമായിട്ട് തന്നെ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിച്ചു. അത് ശരിയാണ്. ഓക്കെ. രണ്ടാമത്തത്, ഫ്രഞ്ച് കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമെത്തിയത് എന്ന് പറയുന്നു. അത് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഡച്ച് കമ്പനി 1602 സ്ഥാപിച്ചു. ഇതും ശരിയായ ഒരു പ്രസ്താവനയാണ്. അപ്പോ 1ഉം 3ഉം ശരിയാണ്. അതെ. നാലാമത്തേതുകൂടി നോക്കാം. ബ്രിട്ടീഷുകാർ 1498 ഇന്ത്യയിലെത്തി. അത് തെറ്റാണ്. 1498 വന്നത് വാസ്കോ ഡ ഗാമയാണ്. അദ്ദേഹം പോർച്ചുഗീസുകാരനായിരുന്നു. അപ്പോ ഉത്തരം 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കാം. എന്താണത്? ഒരു ഇന്ത്യൻ രാജാവായ മാർത്താണ്ഡവർമ്മയോട് തോറ്റ ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഡച്ചുകാരായിരുന്നു. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൊള്ളാം, അതൊരു പുതിയ അറിവാണല്ലോ. ഇനി ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങളെക്കുറിച്ച് നോക്കിയാലോ? ഇതിൽ ശരിയായവ ഏതൊക്കെ? ഇത് രസകരമായ ഒരു ഭാഗമാണ്. പ്രസ്താവനകൾ ഇങ്ങനെയാണ്. 1. ചമ്പാരൻ സമരം തേയിലത്തോട്ടം തൊഴിലാളികൾക്കായിരുന്നു. 2. അഹമ്മദാബാദ് മിൽ സമരം 1918 നടന്നത്. 3. ഖേഡ സമരം പഞ്ചാബിലായിരുന്നു. 4. ഇവയെല്ലാം നയിച്ചത് ഗാന്ധിജിയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, ചമ്പാരൻ സമരം തേയിലത്തോട്ടം തൊഴിലാളികൾക്കായിരുന്നു എന്നത് തെറ്റാണ്. ഓ, അപ്പൊ ആർക്കു വേണ്ടിയായിരുന്നു? അത് ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയുള്ളതായിരുന്നു, ഇൻഡിഗോ ഫാമേഴ്സ്. ശരി. രണ്ടാമത്തേത്, അഹമ്മദാബാദ് മിൽ സമരം 1918 ഇത് ശരിയാണ്. ഓക്കെ. മൂന്നാമത്തേത്, ഖേഡ സമരം പഞ്ചാബിലായിരുന്നു. ഇതും തെറ്റാണ്. ഖേഡ ഗുജറാത്തിലാണ്, പഞ്ചാബിലല്ല. ഓ, സ്ഥലങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതെ. ഇനി നാലാമത്തത്, ഇവയെല്ലാം നയിച്ചത് ഗാന്ധിജിയാണ്. ഇത് ശരിയാണ്. ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേഡ എന്നിവ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങളായിരുന്നു. അപ്പോ ഏതൊക്കെയാണ് ശരി? 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ വിജയകരമായ സത്യാഗ്രഹമായിരുന്നു ചമ്പാരനിലേത്. അടുത്തത് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. ശരിയായവ ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത്. പ്രസ്താവനകൾ: 1. 1930 മാർച്ച് 12 ആരംഭിച്ചു. 2. ഇത് ക്വിറ്റ് ഇന്ത്യ സമരമെന്നും അറിയപ്പെടുന്നു. 3. കേരളത്തിലെ കേന്ദ്രം പയ്യന്നൂരായിരുന്നു.
4 ഗാന്ധിജി മാർച്ച് 12-ന് ദണ്ഡിയിലെത്തി. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന 1930 മാർച്ച് 12-ന് ആരംഭിച്ചു. ഇത് ശരിയാണ്. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ആ ചരിത്രപരമായ യാത്ര തുടങ്ങിയത്. ശരി. രണ്ടാമത്തത്, ഇത് ക്വിറ്റ് ഇന്ത്യ സമരം എന്നും അറിയപ്പെടുന്നു. അത് തെറ്റാണ്. അതെന്താ? ഉപ്പു സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942-ലാണ്. വർഷം തന്നെ വേറെയാണ്. ഓക്കെ, മനസ്സിലായി. മൂന്നാമത്തത്, കേരളത്തിലെ കേന്ദ്രം പയ്യന്നൂരായിരുന്നു. ഇത് ശരിയാണ്. കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത്. നമ്മുടെ കേരള ഗാന്ധി. അതെ. ഇനി നാലാമത്തെ പ്രസ്താവന, ഗാന്ധിജി മാർച്ച് 12-ന് ദണ്ഡിയിലെത്തിയെന്നത് തെറ്റാണ്. അതെന്താ തെറ്റ്? മാർച്ച് 12-ന് യാത്ര തുടങ്ങുകയാണ് ചെയ്തത്. നടന്ന് ഏപ്രിൽ 6-നാണ് ദണ്ഡിയിലെത്തി ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചത്. ആഹാ, അപ്പാ തീയതി ഓർത്തിരിക്കണം. തീർച്ചയായും. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉമാണ്. അതായത് ഓപ്ഷൻ എ ആണ് ശരി. അടുത്തത്, ജാലിയൻവാലാബാഗിനെ കുറിച്ചുള്ള ശരിയായ കാര്യങ്ങൾ ഏതാണ്? ഇവിടെയാണ് കാര്യങ്ങൾ അല്പം കുഴഞ്ഞുമറിയുന്നത്, അല്ലേ? മോട്ടുവും പട്ലും എപ്പോഴും പ്രശ്നങ്ങളിൽ ചാടുന്നതുപോലെ ഇതൊരു വലിയ ദുരന്തമായിരുന്നില്ലേ? അതെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു കറുത്ത അധ്യായമാണത്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതൊന്ന്. പ്രസ്താവനകൾ പറയാം. 1 1919-ൽ നടന്നു. 2 ജനറൽ ഡയർ ആയിരുന്നു ഇര. 3 റൗലറ്റ് നിയമത്തിനെതിരെയാണ് ജനങ്ങൾ ഒത്തുകൂടിയത്. 4 ഇത് ഡൽഹിയിലാണ് നടന്നത്. ശരി. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തെ പ്രസ്താവന 1919-ൽ നടന്നു. ഇത് ശരിയാണ്. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 13-ന്. ഓക്കെ. രണ്ടാമത്തേത്, ജനറൽ ഡയർ ആയിരുന്നു ഇര. ഇത് വലിയൊരു തെറ്റാണ്. അതെ. ജനറൽ ഡയറുടെ ഉത്തരവ് പ്രകാരമാണ് അവിടെ വെടിവെപ്പ് നടന്നത്. ഇരകൾ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു. ശരിയാണ്. മൂന്നാമത്തേത്, റൗലറ്റ് നിയമത്തിനെതിരെയാണ് ജനങ്ങൾ ഒത്തുകൂടിയത്. ഇത് ശരിയാണ്. ആ കരിനിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് അവർ ഒത്തുകൂടിയത്. പിന്നെ നാലാമത്തേത്, ഇത് ഡൽഹിയിലാണ് നടന്നത് എന്ന്. അതും തെറ്റാണ്. ജാലിയൻവാലാബാഗ് പഞ്ചാബിലെ അമൃത്സറിലാണ്. അപ്പോൾ 1ഉം 3ഉം ശരി. അതെ, 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇവിടെ മൈക്കൽ ഓഡ്വിയർ ആയിരുന്നു ആ സമയത്ത് പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്നതും ഓർക്കണം. ആറാമത്തെ ചോദ്യം നേതാക്കളും അവരുടെ വിശേഷണങ്ങളുമാണ്. ശരിയായ ജോഡികൾ ഏവ? ഇത് നല്ല രസമുള്ള ചോദ്യമാണ്. ജോഡികൾ ഇതാ. 1 സുഭാഷ് ചന്ദ്രബോസ് നേതാജി. 2 സർദാർ പട്ടേൽ കേരള ഗാന്ധി. 3 സരോജിനി നായിഡു വാനമ്പാടി. 4 ബി.ആർ. അംബേദ്കർ ഉരുക്കുമനുഷ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സുഭാഷ് ചന്ദ്രബോസ് നേതാജി. ഇതെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശരിയാണ്. അതെ. രണ്ടാമത്തേത് സർദാർ പട്ടേൽ കേരള ഗാന്ധി. ഇത് തെറ്റാണ്. കേളപ്പനാണ് കേരള ഗാന്ധി. അപ്പോ സർദാർ പട്ടേലോ? സർദാർ പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നാണറിയപ്പെടുന്നത്. ആഹാ. മൂന്നാമത്തേത് സരോജിനി നായിഡു വാനമ്പാടി അല്ലെങ്കിൽ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. ഇതും ശരിയാണ്. ഓക്കെ. നാലാമത്തേത് ബി.ആർ. അംബേദ്കർ ഉരുക്കുമനുഷ്യൻ. ഇതും തെറ്റാണ്. ഉരുക്കുമനുഷ്യൻ സർദാർ പട്ടേലാണ്. ഉത്തരങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. തീർച്ചയായും. നമുക്ക് തുടരാം. ഏഴാമത്തെ ചോദ്യം, ഡോക്ടർ ബി.ആർ. അംബേദ്കറെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവിനെക്കുറിച്ചുള്ള ചോദ്യമാണിത്. അതെ. പ്രസ്താവനകൾ: 1 അദ്ദേഹം ഭരണഘടനാ ശില്പിയാണ്. 2 അദ്ദേഹം ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു. 3 അദ്ദേഹത്തിന്റെ സമാധിസ്ഥലം രാജ്ഘട്ടാണ്. 4 അദ്ദേഹത്തിന്റെ ജന്മദിനം ഏപ്രിൽ 14-ആണ്. ശരി. ഒന്നാമത്തേത് അദ്ദേഹം ഭരണഘടനാ ശില്പിയാണ്. ഇത് പൂർണ്ണമായും ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നല്ലോ. അതെ. രണ്ടാമത്തേത് അദ്ദേഹം ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു. ഇത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യ പ്രധാനമന്ത്രി. ഓക്കെ. മൂന്നാമത്തേത് അദ്ദേഹത്തിന്റെ സമാധിസ്ഥലം രാജ്ഘട്ടാണ്. ഇതും തെറ്റാണ്. ഗാന്ധിജിയുടെ സമാധിസ്ഥലമാണ് രാജ്ഘട്ട്. അംബേദ്കറുടേത് ചൈത്യഭൂവി എന്നാണ് അറിയപ്പെടുന്നത്. ആഹാ. നാലാമത്തേത് അദ്ദേഹത്തിന്റെ ജന്മദിനം ഏപ്രിൽ 14-ആണ്. ഇത് ശരിയാണ്. അപ്പോ 1ഉം 4ഉം ആണ് ശരി. അതെ, 1ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് ശരിയായവ ഏതൊക്കെയാണ്? നമ്മുടെ അഭിമാനമായ
ത്രിവർണ പതാക. പ്രസ്താവനകൾ: 1. രൂപകൽപ്പന ചെയ്തത് ടാഗോറാണ്. 2. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഉം. 3. അശോകചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. 4. പച്ചനിറം സമാധാനത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന രൂപകൽപ്പന ചെയ്തത് ടാഗോറാണ്. ഇത് തെറ്റാണ്. പിന്നെ ആരാണ്? പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ശരി. രണ്ടാമത്തേത് നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഇത് ശരിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെ. മൂന്നാമത്തേത് അശോകചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. ഇതും ശരിയാണ്. ഓക്കെ. നാലാമത്തേത് പച്ചനിറം സമാധാനത്തെ സൂചിപ്പിക്കുന്നു. ഇത് തെറ്റാണ്. പച്ചനിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പച്ചനിറം സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ളനിറമാണ് സമാധാനത്തിന്റെ പ്രതീകം. അപ്പോൾ 2ഉം 3ഉമാണ് ശരി. അതെ, ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. 9ാമത്തെ ചോദ്യം: ഭരണഘടനയെ സംബന്ധിച്ച് ശരിയായവ ഏവ? ഇവിടെ തീയതികൾ വളരെ പ്രധാനമാണ്. പ്രസ്താവനകൾ: 1. 1950 ജനുവരി 26 അംഗീകരിച്ചു. 2. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. 3. 1949 നവംബർ 26 അംഗീകരിച്ചു. 4. അംബേദ്കറാണ് ആമുഖമെഴുതിയത്. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന 1950 ജനുവരി 26 അംഗീകരിച്ചു എന്നത് അത് തെറ്റാണ്. അതെന്താ? ആ ദിവസം ഭരണഘടന നിലവിൽ വരികയാണ് ചെയ്തത്. നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നതാണെന്നാണ്, അംഗീകരിച്ചതല്ല. ശരി, വ്യത്യാസമുണ്ട്. അതെ. രണ്ടാമത്തേത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. ഇത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടേതാണ്. ഓക്കെ. മൂന്നാമത്തേത് 1949 നവംബർ 26 അംഗീകരിച്ചു. ഇത് ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണിത്. ഈ ദിവസമാണ് നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. നാലാമത്തേത് അംബേദ്കറാണ് ആമുഖമെഴുതിയത്. ഇത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവാണ് ആമുഖമെഴുതിയത്. അപ്പോൾ 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അതെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. 10ാമത്തെ ചോദ്യം: സംസ്ഥാനങ്ങളെയും തലസ്ഥാനങ്ങളെയും കുറിച്ചാണ്. ശരിയായ ജോഡികൾ കണ്ടെത്താമോ? ഇത് ലിറ്റിൽ സിംഗം ഒരു കേസ് തെളിയിക്കുന്നതുപോലെയാണ്. സൂക്ഷിച്ചു നോക്കണം. തീർച്ചയായും. ജോഡികൾ: 1. അസാം പനാജി. 2. കർണാടകം ബംഗളൂരു. 3. ഗോവ ദിസ്പൂർ. 4. മിസോറാം ഐസ്വാൾ. ശരി. അസം പനാജി തെറ്റാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. എങ്ങനെ? അസമിന്റെ തലസ്ഥാനം ഡിസ്പൂറും ഗോവയുടെ തലസ്ഥാനം പനാജിയുമാണ്. ഓക്കേ, അപ്പോ മൂന്നാമത്തേതും തെറ്റാണ്. അതെ, ഗോവ ദിസ്പൂർ തെറ്റാണ്. ഇനി രണ്ടാമത്തേത് കർണാടകം ബംഗളൂരു, അത് ശരിയാണ്. പിന്നെ നാലാമത്തേത് മിസോറാം ഐസ്വാൾ, അതും ശരിയാണ്. അപ്പോൾ ശരിയായ ജോഡികൾ 2ഉം 4ഉമാണ്. അതെ, അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരി. അടുത്തത് കേരളത്തിലെ സമരങ്ങളെക്കുറിച്ചാണ്. ഇതിൽ ശരിയായവ ഏവ? നമ്മുടെ സ്വന്തം കേരളത്തെക്കുറിച്ചുള്ള ചോദ്യം. പ്രസ്താവനകൾ: 1. വാഗൺ ട്രാജഡി 1921 2. ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പനാണ്. 3. തൂവൂർ കണ്ണൂർ ജില്ലയിലാണ്. 4. പഴശ്ശിരാജ മൈസൂർ കടുവയാണ്. ഓക്കെ, ഒന്നാമത്തേത് വാഗൺ ട്രാജഡി 1921 ഇത് ശരിയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ദുരന്തമായിരുന്നു അത്. അതെ. രണ്ടാമത്തേത് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പനാണ്. ഇതും ശരിയാണ്. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിരുന്നു. ശരിയാണ്. മൂന്നാമത്തേത് തൂവൂർ കണ്ണൂർ ജില്ലയിലാണ്. ഇത് തെറ്റാണ്. തൂവൂർ മലപ്പുറം ജില്ലയിലാണ്. നാലാമത്തേത് പഴശ്ശിരാജ മൈസൂർ കടുവയാണ്. ഇതും തെറ്റാണ്. പിന്നെ ആരാണ് മൈസൂർ കടുവ? ടിപ്പു സുൽത്താനാണ് മൈസൂർ കടുവ. പഴശ്ശിരാജ കേരള സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. ആഹാ,
അപ്പോ 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അതെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി ചില പ്രധാനപ്പെട്ട ദിവസങ്ങളെക്കുറിച്ച് ചോദിച്ചാലോ? ശരിയായവ ഏതൊക്കെയാണ്? ഈ ദിവസങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രസ്താവനകൾ: 1. റിപ്പബ്ലിക് ദിനം ഓഗസ്റ്റ് 15. 2. സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15. 3. ഭരണഘടനാ ദിനം നവംബർ 26. 4. രക്തസാക്ഷി ദിനം നവംബർ 14. ശരി. ഒന്നാമത്തേത് റിപ്പബ്ലിക് ദിനം ഓഗസ്റ്റ് 15 തെറ്റാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ഓക്കേ. രണ്ടാമത്തേത് സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15. ഇത് ശരിയാണ്. മൂന്നാമത്തേതും ശരിയാണല്ലോ. അതെ. ഭരണഘടനാ ദിനം നവംബർ 26. ഇതും ശരിയാണ്. പിന്നെ നാലാമത്തേത് രക്തസാക്ഷി ദിനം നവംബർ 14. ഇത് തെറ്റാണ്. ഗാന്ധിജി വെടിയേറ്റു മരിച്ച ജനുവരി 30 നമ്മൾ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ശരിയായവർ 2ഉം 3ഉമാണ്. അതെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്ത്യൻ പാർലമെന്റിനെക്കുറിച്ചുള്ള ചോദ്യമാണ് അടുത്തത്. ശരിയായ പ്രസ്താവനകൾ ഏവ? നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് പാർലമെന്റ്. പ്രസ്താവനകൾ: 1. ലോക്സഭ അധോസഭയാണ്, ലോവർ ഹൗസ്. 2. രാജ്യസഭ അധോസഭയാണ്. 3. രാഷ്ട്രപതി പാർലമെന്റിന്റെ ഭാഗമാണ്. 4. ആകെ അംഗങ്ങൾ 1000. ഓക്കേ. ഒന്നാമത്തത് ലോക്സഭ അധോസഭയാണ്. ഇത് ശരിയാണ്. അപ്പൊ രാജ്യസഭയോ? രണ്ടാമത്തെ പ്രസ്താവന രാജ്യസഭ അധോസഭയാണ്. ഇത് തെറ്റാണ്. രാജ്യസഭ ഉപരിസഭയാണ്, അതായത് അപ്പർ ഹൗസ്. ശരി. മൂന്നാമത്തേത് രാഷ്ട്രപതി പാർലമെന്റിന്റെ ഭാഗമാണ്. ഇത് ശരിയാണ്. രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. ഓക്കെ. നാലാമത്തേത് ആകെ അംഗങ്ങൾ 1000. ഇത് തെറ്റാണ്. ലോക്സഭയിലും രാജ്യസഭയിലും കൂടി അത്ര അംഗങ്ങളില്ല. അപ്പോ 1ഉം 3ഉമാണ് ശരി. അതെ, ഉത്തരം ഓപ്ഷൻ സി.
ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളേവ? ചാച്ചാജിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? മഞ്ചാടിക്കുട്ടിയെപ്പോലെ കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്ന ആളല്ലേ? അതെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത്. പ്രസ്താവനകൾ: 1. അദ്ദേഹം ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു. 2. ചാച്ചാജി എന്നറിയപ്പെടുന്നു. 3. ലോക ചരിത്രാവലോകനം രചിച്ചു. 4. ഒക്ടോബർ 2 ജനിച്ചു. ശരി. ഒന്നാമത്തെ പ്രസ്താവന, അദ്ദേഹം ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു, തെറ്റാണ്. അദ്ദേഹം ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആദ്യ രാഷ്ട്രപതി. ഓക്കെ. രണ്ടാമത്തേത് ചാച്ചാജി എന്നറിയപ്പെടുന്നു, ഇത് ശരിയാണ്. മൂന്നാമത്തേതോ? ലോക ചരിത്രാവലോകനം അല്ലെങ്കിൽ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി രചിച്ചു, ഇതും ശരിയാണ്. വളരെ പ്രശസ്തമായ പുസ്തകമാണ്. ശരിയാണ്. നാലാമത്തേത് ഒക്ടോബർ 2 ജനിച്ചു, തെറ്റാണ്. ഗാന്ധിജിയാണ് ഒക്ടോബർ 2 ജനിച്ചത്. നെഹ്റുവിന്റെ ജന്മദിനം നവംബർ 14. യവയേവ. ഇന്ത്യയെ ഒരുമിപ്പിച്ച മഹാനായ നേതാവ്. പ്രസ്താവനകൾ: 1. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. 2. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നു. 3. നാട്ടുരാജ്യങ്ങളെ ലയിപ്പിച്ചു. 4. ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു. ഓക്കെ. ഒന്നാമത്തേത് ഇന്ത്യയുടെ വാനമ്പാടി, അത് തെറ്റാണ്. സരോജിനി നായിഡുവാണ്. ശരി. രണ്ടാമത്തേത് ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ, ഇത് ശരിയാണ്. ഓക്കെ. മൂന്നാമത്തേത് നാട്ടുരാജ്യങ്ങളെ ലയിപ്പിച്ചു, ഇതും ശരിയാണ്. ഇന്ത്യൻ യൂണിയനിലേക്ക് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. അതെ. നാലാമത്തേത് ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു, തെറ്റാണ്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ആദ്യ നിയമമന്ത്രി. അപ്പോ 2ഉം 3ഉമാണ് ശരി. അതെ, ഉത്തരം ഓപ്ഷൻ ബി. ഗുജറാത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. കൊള്ളാം. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും. അടുത്തത് ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചാണ്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ ചെറിയൊരു ആശയക്കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. പ്രസ്താവനകൾ: 1. പൈതൃകമൃഗം സിംഹം. 2. പൈതൃകമൃഗം ആന. 3. ദേശീയ കായിക വിനോദം ക്രിക്കറ്റ്. 4. ദേശീയ കായിക വിനോദം ഹോക്കി. ശരി. ഒന്നാമത്തേത് പൈതൃകമൃഗം സിംഹം തെറ്റാണ്. നമ്മുടെ ദേശീയ മൃഗം കടുവയാണ്. എന്നാൽ പൈതൃകമൃഗമായി, അതായത് ഹെറിറ്റേജ് ആനിമലായി തിരഞ്ഞെടുത്തത് ആനയെയാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. അതെ, പൈതൃകമൃഗം ആന ശരിയാണ്. കായിക വിനോദത്തിന്റെ കാര്യമോ? ദേശീയ കായിക വിനോദം ക്രിക്കറ്റ് തെറ്റാണ്. ദേശീയ കായിക വിനോദം ഹോക്കി എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യക്ക് ഔദ്യോഗികമായി ഒരു ദേശീയ കായിക വിനോദമില്ലെങ്കിലും പാഠപുസ്തകങ്ങളിലും മറ്റും ഹോക്കിയാണ് നൽകുക. അപ്പോ 2ഉം 4ഉം ശരിയാണെന്ന് പറയാം. അതെ, 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം.
ശരിയായവ തിരഞ്ഞെടുക്കുക. ഇത് ഓർമ്മശക്തി പരീക്ഷിക്കുന്ന ചോദ്യമാണ്. പ്രസ്താവനകൾ: 1. പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ്. 2. വന്ധ്യവയോധികൻ ദാദാഭായ് നവരോജി. 3. ചാച്ചാജി ബാലഗംഗാധര തിലകൻ. 4. നേതാജി ഭഗത് സിംഗ്. ഓക്കെ. ഒന്നാമത്തത് പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ്. ഇത് ശരിയാണ്. ഓക്കെ. രണ്ടാമത്തത് വന്ധ്യവയോധികൻ അഥവാ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഇതും ശരിയാണ്. പിന്നെ 3ഉം 4ഉം? ചാച്ചാജി ബാലഗംഗാധര തിലകൻ തെറ്റാണ്. ചാച്ചാജി നെഹ്റു ആണ്. നേതാജി ഭഗത് സിംഗ് ഇതും തെറ്റാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോ 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അതെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളെ, അതായത് ക്ലാസിക്കൽ ലാംഗ്വേജസിനെ സംബന്ധിച്ച ശരിയായവ ഏവ? നമ്മുടെ ഭാഷയെക്കുറിച്ചുള്ള ചോദ്യം. പ്രസ്താവനകൾ: 1. മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണ്. 2. ആദ്യത്തെ ശ്രേഷ്ഠ ഭാഷ സംസ്കൃതമാണ്. 3. ആകെ 6 ശ്രേഷ്ഠ ഭാഷകളുണ്ട്. 4. ഹിന്ദി ഒരു ശ്രേഷ്ഠ ഭാഷയാണ്. ശരി. ഒന്നാമത്തേത് മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണ്. ഇത് ശരിയാണ്. 2013 മലയാളത്തിന് ആ പദവി ലഭിച്ചത്. കൊള്ളാം. രണ്ടാമത്തേത് ആദ്യത്തെ ശ്രേഷ്ഠ ഭാഷ സംസ്കൃതമാണ്. ഇത് തെറ്റാണ്. 2004 തമിഴാണ് ആദ്യമായി ശ്രേഷ്ഠഭാഷാ പദവി നേടിയത്. ഓഹോ. മൂന്നാമത്തേത് ആകെ 6 ശ്രേഷ്ഠ ഭാഷകളുണ്ട്. ഇത് ശരിയാണ്. തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നിവയാണ് ആ 6 ഭാഷകൾ. അപ്പോ ഹിന്ദി ഇല്ലേ? ഇല്ല. നാലാമത്തെ പ്രസ്താവന ഹിന്ദി ഒരു ശ്രേഷ്ഠ ഭാഷയാണ്. ഇത് തെറ്റാണ്. അപ്പോ 1ഉം 3ഉമാണ് ശരി. അതെ, ഉത്തരം ഓപ്ഷൻ ബി. ഇനി അയൽ രാജ്യങ്ങളെക്കുറിച്ച് ശരിയായവ ഏതൊക്കെ? നമ്മുടെ അയൽപ്പക്കത്തെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. പ്രസ്താവനകൾ: 1. ഏറ്റവും നീളമേറിയ അതിർത്തിയുള്ളത് ബംഗ്ലാദേശിനാണ്. 2. ശ്രീലങ്ക ഒരു കര അതിർത്തി പങ്കിടുന്ന അയൽരാജ്യമാണ്. 3. ഇന്ത്യയ്ക്ക് 7 കര അയൽക്കാരുണ്ട്. 4. പാകിസ്ഥാൻ ഇന്ത്യയുടെ കിഴക്കുവശത്താണ്. ശരി. ഒന്നാമത്തേത് ഏറ്റവും നീളമേറിയ അതിർത്തിയുള്ളത് ബംഗ്ലാദേശിനാണ്. ഇത് ശരിയാണ്. പലരും ചൈനയാണെന്ന് കരുതും. അതെ, പക്ഷെ ബംഗ്ലാദേശാണ് ശരി. രണ്ടാമത്തേത് ശ്രീലങ്ക ഒരു കര അയൽരാജ്യമാണ്. ഇത് തെറ്റാണ്. ശ്രീലങ്ക കടൽ വഴിയുള്ള അയൽരാജ്യമാണ്. ഓക്കേ. മൂന്നാമത്തേത് ഇന്ത്യയ്ക്ക് 7 കര അയൽക്കാരുണ്ട്. ഇത് ശരിയാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ശരി. നാലാമത്തേത് പാകിസ്ഥാൻ കിഴക്കുവശത്താണ്. തെറ്റാണ്. പാകിസ്ഥാൻ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അതെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. സംസ്ഥാനങ്ങളും കലാരൂപങ്ങളും ശരിയായവ ഏവ? നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന ചോദ്യം. ജോഡികൾ: 1. കേരളം മോഹിനിയാട്ടം. 2. പഞ്ചാബ് ബിഹു. 3. തമിഴ്നാട് ഭരതനാട്യം. 4. അസം ഗർബ. ശരി. ഒന്നാമത്തത് കേരളം മോഹിനിയാട്ടം. ഇത് ശരിയാണ്. കഥകളിയും കേരളത്തിന്റെ കലാരൂപമാണ്. ഓക്കേ. രണ്ടാമത്തത് പഞ്ചാബ് ബിഹു. ഇത് തെറ്റാണ്. ബിഹു അസമിന്റെ നൃത്തരൂപമാണ്. പഞ്ചാബിന്റേത് ഭാംഗ്രയാണ്. ശരി. മൂന്നാമത്തത് തമിഴ്നാട് ഭരതനാട്യം. ഇത് ശരിയാണ്. പിന്നെ നാലാമത്തേത്? അസം ഗർബ. ഇതും തെറ്റാണ്. ഗർബ ഗുജറാത്തിന്റെ നൃത്തരൂപമാണ്.
അപ്പോ 1ഉം 3ഉമാണ് ശരിയായ ജോഡികള്. അതെ, ഉത്തരം ഓപ്ഷൻ സി. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ചരിത്രവും ഭരണഘടനയും കലാരൂപങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എപ്പോഴും ഒരു രസമല്ലേ? തീർച്ചയായും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കാൻ മറക്കരുത്. അതെ. അവിടെ നിങ്ങൾക്കായി സയൻസ് ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ്, കണക്ക് ക്വിസ് എന്നിവയുടെ വീഡിയോകൾ കാത്തിരിക്കുന്നുണ്ട്. കൂടാതെ 4ാം ക്ലാസ്സിലെ പാഠങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യോത്തരങ്ങളും വർക്കുകളും ഞങ്ങളുടെ ചാനലിൽ ലഭ്യമാണ്. കൊള്ളാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും നന്നായി പഠിക്കുക, മിടുക്കരായിരിക്കുക. ബൈ.